ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സന്ദർശനത്തിന് അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞിട്ടല്ല. UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്നും അടൂർ പ്രകാശ്. സന്ദർശനത്തിന്റെ തലേദിവസം സോണിയാഗാന്ധിയെ കാണാൻ കൂടെ വരണമെന്ന് അഭ്യർത്ഥിച്ചു. പോറ്റി തന്റെ മണ്ഡലത്തിലുള്ള വോട്ടറായതുകൊണ്ടാണ് കൂടെ പോയത്. കാട്ടുകള്ളനാണെന്ന് അന്ന് അറിഞ്ഞില്ലെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ഇവിടെ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനില്ല അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നുവെന്ന വാർത്ത CPM-ന്റെ ആഭ്യന്തര കാര്യം. പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് CPM-ൽ നടപ്പിലാക്കുന്നത്. ജനാധിപത്യപരമായല്ല കാര്യങ്ങൾ നടക്കുന്നത്. CPM-നകത്ത് ഏകാധിപത്യമാണ് നിലനിൽക്കുന്നത്. അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഏതായാലും ആ ആഭ്യന്തര കാര്യം എന്നുള്ള നിലയിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നടപ്പാക്കാറുള്ളത്. അതല്ലാതെ കണ്ട് അതിനകത്തെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ജനാധിപത്യത്തിന് ഒരു വില കൊടുക്കാതെയുള്ള ഏകാധിപത്യ പ്രവണതയുമായി അവർ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, 3ാം തവണയും പിണറായിയുടെ സർക്കാർ വരുന്നതിന് വേണ്ടി അതിനെ നയിക്കും എന്ന് അവർ പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം ആർക്കും വേണ്ട. ഞങ്ങൾ 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് UDF അധികാരത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും MP ജോൺ ബ്രിട്ടാസും തമ്മിൽ ബന്ധമുണ്ടെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. ഇരുവരും നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ബ്രിട്ടാസിനെതിരെ SIT അന്വേഷണം വേണം. എല്ലാ ഫോൺ രേഖകളും പരിശോധിക്കണം. മുന്നണിയിലെ കക്ഷി എന്ന നിലയ്ക്ക് ലീഗിന് അധിക സീറ്റ് ചോദിക്കാം. UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. MP-മാരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്തരത്തിൽ ഓരോ ആളുകളെക്കുറിച്ചും അവർക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒത്തുചേർന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആവശ്യം എന്തായാലും പരിഗണിക്കും. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ നിങ്ങളങ്ങനെ പറയുന്നുവെങ്കിലും ലീഗ് ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. അതിൻ്റെ തീരുമാനങ്ങൾ ഏത് തരത്തിൽ വരും എന്ന് ഇപ്പോൾ പറയാൻ പറ്റും. UTV ന്യൂസ്, പാലക്കാട്.